കഷ്ടതയിൽ നിന്ന് പ്രത്യാശയിലേക്ക് പെട്ടെന്ന് ഒരു ട്വിസ്റ്റ് പോലെ ഈ സങ്കീർത്തനം പരിണമിക്കുകയാണ്. 22-ാം സങ്കീർത്തനത്തിൻ്റെ 22-ാം വാക്യം: ഞാൻ നിന്റെ നാമത്തെ എൻ്റെ സഹോദരന്മാരോട് കീർത്തിക്കും, സഭാമധ്യേ ഞാൻ നിന്നെ സ്തുതിക്കും. നിലവിളി, കണ്ണുനീര്, കരച്ചില്, ഏങ്ങലടി ശബ്ദം, ഇതിൻ്റെ ഭീകരവും തീവ്രവുമായ അന്തരീക്ഷത്തിൽ നിന്ന് ഒരു സ്വിച്ചിടുന്നത് പോലെ പെട്ടെന്ന് കവി വിഷയം മാറുകയാണ്. കാട്ടുപോത്തുകളുടെ കൊമ്പുകൾക്കിടയിൽ കിടക്കുന്നയാൾ പെട്ടെന്ന് പറയുകയാണ്, ഞാൻ അങ്ങയുടെ നാമത്തെ എൻ്റെ സഹോദരന്മാരോട് കീർത്തിക്കും, സഭാമധ്യേ ഞാൻ നിന്നെ സ്തുതിക്കും. 22-ന്റെ 22 ഒരു ട്വിസ്റ്റാണ്, ഒരു 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 വഴിത്തിരിവാണ്. നിലവിളിയെല്ലാം പെട്ടെന്ന് മാറി. സന്ധ്യയിങ്കൽ കരച്ചിൽ വന്ന് രാപാർക്കും, ഉഷസ്സിലോ ആനന്ദഘോഷം വരും. പ്രിയപ്പെട്ടവരെ, എല്ലാ പ്രയാസവും പെട്ടെന്ന് മാറും കേട്ടോ, പെട്ടെന്ന് മാറും. നമുക്ക് തോന്നും ഇതിനി എത്രയോ കാലമെന്ന്, പക്ഷെ പെട്ടെന്ന് ദൈവം നീക്കുവെക്കുണ്ടാക്കും. കർത്താവ് മനസ്സുകൊണ്ട് ഉയർത്തെഴുന്നേൽപ്പ് കണ്ടു കഴിഞ്ഞു. കാട്ടുപോത്തുകളുടെ കൊമ്പുകൾക്കിടയിൽ നിന്നൊരു ഉദ്ധാരണം സാധ്യമാണോ? കാട്ടുപോത്തിൻ്റെ മുമ്പിൽപ്പെട്ട മനുഷ്യൻ തിരിച്ചു വരികയില്ല. സിംഹങ്ങൾ പോലും തിരിച്ചു വരികയില്ല. കാട്ടുപോത്തുകളുടെ ആക്രമണം കൂട്ടായിട്ട് വന്നാൽ ആന പോലും നിൽക്കുകയില്ല. കാട്ടുപോത്തിൻ്റെ പ്രത്യേകത അവർ കൂട്ടമായിട്ടേ സഞ്ചരിക്കുകയുള്ളൂ. എന്നാൽ സിംഹം കാഞ്ഞ ബുദ്ധിക്കാരനായതുകൊണ്ട് അവൻ ആ കാട്ടുപോത്തിൻ്റെ കൂട്ടത്തെ ചെതറിക്കും. എന്നിട്ട് ഒരെണ്ണത്തിനെ ഒറ്റപ്പെടുത്തും, എന്നിട്ട് അതിനെ ആക്രമിക്കും. ഈ മുമ്പിൽ പോണ സംഘം അത് അറിഞ്ഞാൽ തിരിച്ചു വന്ന് സിംഹത്തെ കോരിയെടുത്ത് എറിയുന്ന കാണാം. അപ്പൊ കാട്ടുപോത്തുകളുടെ കൊമ്പുകൾക്കിടയിൽ നിന്നൊരാൾ രക്ഷപ്പെട്ടു. ക്രിസ്തുവിൻ്റെ ഉയർപ്പാണത്. പെട്ടെന്ന് പറയുകയാണ്, ഓ ഞാൻ തിരിച്ചു വരും, ഞാൻ തിരിച്ചു വരും. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ നാമത്തെ എൻ്റെ സഹോദരന്മാരോട് കീർത്തിക്കും, സഭാമധ്യേ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കും. ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പെട്ടെന്ന് ഒരു തിരിച്ചുവരവ്. ഇതെൻ്റെയും അനുഭവമാണ്. രോഗത്താൽ ആശുപത്രികളിലൂടെ പരിശോധനയ്ക്ക് പോവുകയും ആവശ്യമില്ലാത്ത ചിന്തകളാൽ ഭയം മനസ്സിനെ സ്വാധീനിക്കുകയും ചെയ്ത അനേക സന്ദർഭങ്ങളുണ്ട്. ആ സന്ദർഭത്തിൽ നിന്ന് ഇരുന്നിട്ടെഴുന്നേക്കുന്നത് പോലെ, ഉറങ്ങി ഉണരുന്നത് പോലെ പെട്ടെന്നാണ് പ്രതീക്ഷയുടെ പുഷ്പങ്ങൾ വിരിയുന്നത്. ഇത് ഈ കൊച്ചു ജീവിതത്തിൽ നിന്ന് സാധാരണക്കാരനായ എളിയവൻ്റെ അനുഭവമാണ് പറയുന്നത്. പെട്ടെന്ന് ദൈവം കാര്യങ്ങളെ മാറ്റുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിലും പെട്ടെന്ന് ദൈവം കാര്യങ്ങളെ മാറ്റുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം. പെട്ടെന്ന് ദൈവം കാര്യങ്ങളെ മാറ്റും. യേശു കർത്താവ് പറയുന്നു,
ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ നാമത്തെ എൻ്റെ സഹോദരന്മാരോട് കീർത്തിക്കും. സഭാമധ്യേ ഞാൻ നിന്നെ സ്തുതിക്കും. യേശുക്രിസ്തു എപ്പോഴാണ് സഹോദരന്മാരോട് കീർത്തിച്ചത്? അത് ഞാൻ അടുത്ത എപ്പിസോഡിൽ പറയാം. സഭാമധ്യേ ഞാൻ നിന്നെ സ്തുതിക്കും എന്ന് പറഞ്ഞ എന്താണ്? അതും അടുത്ത എപ്പിസോഡിൽ പറയാം. ഒരു കാര്യം ഓർത്തു, ഇന്ന് കരയുന്ന നിനക്ക് നാളെ സ്തുതിക്കാനൊരവസരം കിട്ടും. ഇന്ന് സഹിക്കുന്ന നിനക്ക് നാളെ ആഘോഷിക്കാനൊരവസരം കിട്ടും. എന്നും കണ്ണുനീരല്ല, എന്നും ദുഃഖവുമല്ല. ഒരു സന്തോഷത്തിൻ്റെ ദിവസം ദൈവമേ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നീ നൽകുന്നതിനാൽ സ്തോത്രം. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ.